എല്ലാവർക്കും കൃപാസ് ഹോം ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബട്ടർ കേക്ക് അല്ലെങ്കിൽ ഒരു ഗീ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഏറ്റവും എളുപ്പത്തിൽ ഒരു ബട്ടർ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. 2 കപ്പ് പഞ്ചസാര, അതായത് 240 ml കൊള്ളുന്ന 2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനു വേണ്ടി ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് എടുത്തതാണ്. 4 മുട്ട. ഉളുമ്പുമണോ അങ്ങനെയൊന്നും വരാതിരിക്കാൻ നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തതാ. 1 നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തതാ. അടുത്തത് 1 നാരങ്ങയുടെ നീരാണ്. ഇത് നമ്മളിങ്ങനെ ആദ്യം ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഉളുമ്പ് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് എഗ് ബീറ്റർ ഉപയോഗിച്ച് സ്ലോ സ്പീഡിൽ അടിച്ചു കൊടുക്കാം. അതുപോലെ നല്ല പതപ്പിച്ച് ആ പഞ്ചസാര അലിയുന്നോടം വരെ അടിച്ചെടുക്കണം. അപ്പം നമ്മൾ മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ചു. ഇനി ഞാൻ ഓരോ മെഷർമെൻറ്റും എടുത്ത് കാണിക്കുന്നില്ല, കാരണം ലെങ്തി വീഡിയോ ആകാതിരിക്കാൻ വേണ്ടിയാണേ. അപ്പം ഇത് ഞാൻ 2 കപ്പ് ലെവല് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ലെവല് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പുപൊടി. ഇത് എല്ലാം കൂടെ ഞാനൊന്ന് തെള്ളിക്കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായി 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് 1 ടീസ്പൂൺ. പൊടി വീഡിയോ ഇത്തിരി കട്ടായി പോയിട്ടോ, ക്ഷമിക്കണം. പതിയെ പൊടിയിട്ട് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വേണം മിക്സ് ചെയ്യാൻ. കുറേശ്ശെ പൊടിയിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് പാലും പണിയും കൂടെ ചേർക്കണം. അതെങ്ങനെ ചേർക്കണം എന്ന് പാൻ വെച്ചു. ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലും മുട്ടയൊക്കെ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഞാൻ 200 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. 200 ഗ്രാം, 100 ഗ്രാം, ഇതൊരു 100 ഗ്രാം, അങ്ങനെ 200 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പതുക്കെ ഇളക്കി ഇത് തിളപ്പിക്കണം. ഈ തിളച്ച ചൂടോടുകൂടിയുള്ള പാലാണ് നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത്. അപ്പം ഇത് പാല് തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് കിടക്കുമ്പോൾ തന്നെ വേണം നമുക്കത് മാവിലേക്ക് ഒഴിക്കാൻ. അപ്പം ഇത് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ കൂടെ ഒഴിച്ചെന്നോർത്ത് പേടിക്കരുത്, ചൂടോടുകൂടി തന്നെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് പതിയെ ഇത് ഫോൾഡ് ചെയ്യാം. ചൂടോടെ ആവിയൊക്കെ പറക്കുന്നുണ്ടെന്നോർത്ത് നിങ്ങൾ പേടിക്കരുത്. അറിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം പറയുന്ന കേട്ടോ. അറിയാവുന്നവർക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് പതുക്കെ ഒന്ന് വലിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി വേറൊരു പാനിൽ ഒഴിക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ട് ഡിഷ് കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലെ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടി നമുക്കൊന്ന് ഒരു ഇത് വെച്ച് നമുക്കിങ്ങനെ ഒന്ന് ചെയ്താൽ ഇതിലെ
എയർ ബൗൾസ് എല്ലാം പോയി കിട്ടും. ഒന്ന് തട്ടി കൊടുക്കാം. എയർ ബൗൾസ് പോകാൻ വേണ്ടി പതുക്കെ ഇതൊന്ന് ടാപ്പ് ചെയ്യാം. ഇനി നമുക്ക് 180 ഡിഗ്രി ചൂടിൽ നമുക്ക് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇത് കുക്കിംഗ് റേഞ്ചിൽ വെച്ചിട്ട് വരാം. നമ്മുടെ കേക്ക് 2 റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് പാത്രത്തിൽ നിന്ന് എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അത്യാവശ്യം വിട്ടൊക്കെ നിപ്പുണ്ട്. നമുക്ക് ഈ കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര സോഫ്റ്റാട്ടോ. വായിലിട്ടാൽ അലുത്തു പോകുന്ന ടൈപ്പാണ്. അപ്പം നമുക്ക് ഒരു കഷ്ണം എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് ഇത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, തൊടുമ്പോഴേ വിട്ടുപോരുന്നു. അപ്പം വളരെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്.